അങ്ങനെ ഉണ്ടല്ലോ ചിലര് നബിദിനത്തിന്റെ അന്ന് ചോറ് കൊടുക്കണ്ട, നമുക്ക് അരി കൊടുക്കാന്ന് പറയുന്ന ചിലരില്ലേ. കേട്ടുനോക്കിയാ നല്ല ആശയല്ലേ? കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമുള്ളത് വേണേ 10 രൂപ ചൂടാലോ അരി കിട്ടിയാല് അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അതുപോലെ അവളെ മകളെ കല്യാണത്തിന് പുതിയ പുരണ്ടാക്കിയിട്ട് താമസിക്കുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ നബിദിനം റസൂലുള്ളാഹി നബിദിനം കഴിച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഭയങ്കര മാളിക ഉണ്ടാക്കിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിരിയാണി കൊടുത്തില്ലേ? അള്ളാഹിന്റെ റസൂൽ അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ? അള്ളാഹുവിന്റെ റസൂല് വീട് ഉദ്ഘാടനത്തിന് ബിരിയാണി കൊടുത്തിരുന്നോ? അന്ന് പന്തല് കെട്ടിയിരുന്നോ? അന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി നടത്തിയിരുന്നോ? അവിടെ ഒന്നുമില്ലാത്തൊരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് സന്തോഷിക്കുമ്പോൾ മാത്രം ആ ചോദ്യം എവിടുന്ന് വന്നു? അവിടെ കൊണ്ടുവന്ന് പാസ്സാക്കുകയാണ്. കമ്മിറ്റിയിൽ പാസ്സാക്കാൻ വേണ്ടി ചിലര്, ഇവിടെ ഒന്നുള്ള കമ്മിറ്റിയെ പറ്റിയല്ലോ കേട്ടോ ഞാൻ പറയുന്നത്, ചിലരുള്ളുകൂടി നമുക്ക് അരി കൊടുത്താൽ എന്താ? എന്നാ പിന്നെ എന്റെ മകന്റെ കല്യാണത്തിന് അരി കൊടുക്കുക, എല്ലാവർക്കും അരി കൊടുക്കുക. നിന്റെ മകളെ കല്യാണത്തിന് അരി കൊടുക്കുക, നിന്റെ പുതിയ പുര കൂടുന്ന ദിവസത്തിൽ അരി കൊടുക്കുക. അത് അവിടെ പാസ്സാക്കിക്കൂടെ നിനക്ക്? ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമ്പോ അവിടെ നിന്റെ ഈ കുബുദ്ധി വേണോ? നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.